ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി പ്രകാരം 19 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. 30 വൈറസുകളുടെ സാന്നിധ്യം അത്യാധുനിക ട്രൂനാറ്റ് ടെസ്റ്റിലൂടെ കണ്ടെത്താനാകും. രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യർ അവിടുന്ന് പുറന്തള്ളപ്പെടുന്നതാണ്. അതിനൊരു മാറ്റമുണ്ടായത് ആരോഗ്യ മേഖലയ്ക്കകത്ത് സർക്കാരിന്റെ ഇടപെടൽ ഭാഗമായി. സർക്കാർ നമ്മുടെ നാട്ടിലെ പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ മേഖലയ്ക്കകത്ത് വലിയൊരു മുതൽമുടക്കാണ് നടത്തുന്നത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതിൽ വലിയ മാറ്റം ഉണ്ടാക്കി. നമ്മുടെ ജില്ലാ ആസ്പത്രികളുടെ അവസ്ഥ കൊണ്ടും മാറ്റമുണ്ടായി. ജില്ലാ ആസ്പത്രികളിലൊക്കെ ഹൃദ്രോഗവുമായൊക്കെ ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷനുകളും അവിടെ നടക്കുന്നു. അത് മാത്രമൊന്നുമല്ല, വൃക്ക മാറ്റിവെക്കലായി കഴിഞ്ഞാലും അവയവ മാറ്റിവെക്കൽ പരിപാടികളായി കഴിഞ്ഞാലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്താം. കോഴിക്കോട് പുതിയൊരു അവയവ മാറ്റത്തിന്റെ ആസ്പത്രി വരികയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാവർക്കും അനുഭവമാണ്. എറണാകുളം ജനറൽ ആശുപത്രി ആയാലും തൃശ്ശൂർ ജലാശുപത്രിയായി കഴിഞ്ഞാലും മെഡിക്കൽ കോളേജായി കഴിഞ്ഞാലും ഒക്കെ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ആ തരത്തിൽ വന്നിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യന്റെ ജീവിതവും പ്രതിസന്ധിയിലാക്കുന്ന മഹാരോഗങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷീൻ കണ്ടെത്തുകയും അത് നമ്മുടെ പ്രദേശത്തിനകത്ത് ഇവിടുത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഇത്തരം രോഗങ്ങളിലേക്ക് കണ്ടെത്തി ചികിത്സ ലഭിക്കുന്നതിന് അത് ഈ നാടിനകത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്ക് കീഴിൽ പ്രത്യേകിച്ച് പെരിഞ്ഞനം പോലെയുള്ളൊരു പ്രദേശത്തെ അതിസാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വലിയ സഹായം ഇതുമൂലം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതും അതങ്ങനെ തന്നെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഷീൻ നമ്മൾ ഈ ആരോഗ്യാലയത്തിലേക്ക് വാങ്ങിക്കാനും അതിനെ പ്രവർത്തിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളത്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മുഖ്യാതിഥിയായി. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇവിടെ മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ട ജനവും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പെരിഞ്ഞനം. അവർ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശ്രമിക്കാൻ ഇരിക്കുമ്പോഴേക്കും അസുഖത്തിന് ചികിത്സ തേടിയിട്ട് വരുമ്പോൾ 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് ചികിത്സ തേടി പോകേണ്ട പൊതു സംവിധാനം ആണ് എല്ലാവരുള്ളത്. ഏറ്റവും അടുത്തുള്ള നമ്മുടെ CHCയിൽ വരുമ്പോൾ ഇവിടെ ഡോക്ടറിൻ്റെ സൗകര്യമില്ല എന്നുള്ള പരിമിതി നേരിടുന്നുണ്ടെന്നുള്ളത് ഞാനിത് സൂചിപ്പിച്ചത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം കൈവരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലെ മുന്നേറ്റങ്ങളുടെ ഗുണഫലം ആ അർത്ഥത്തിൽ ലഭ്യമാകാൻ പോകുന്നത് എന്നതൊരു വസ്തുതയാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നിയാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP സ്നേഹലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, KR ഹരി, സുജിത സലീഷ്, പെരിങ്ങനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീവ ഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി K മധുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.